നമസ്കാരം. ജാതക കഥകളിലെ 21ാമത്തെ കഥ അനുസരണയില്ലാത്ത തത്ത. ബോധിസത്വൻ ഒരു തത്തയായി ജനിച്ചിരിക്കുകയാണ്. കാട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും മക്കളുമായി കഴിയുന്നു. ചുറ്റുപാടും കൊത്തിപ്പെറുക്കി നടന്ന് തീറ്റ തേടും. അത് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. കാലം കുറേ കഴിഞ്ഞു. ബോധിസത്വൻ്റെ മകനും തീറ്റ തേടാൻ പോകാൻ തുടങ്ങി. ഒരു ദിവസം അവൻ ഒരു പഴുത്ത മാങ്ങയും കൊത്തിക്കൊണ്ട് വന്നു. അത് മാമ്പഴക്കാലമല്ലായിരുന്നു. കാട്ടിനുള്ളിലെ ദ്വീപിൽ മാത്രമേ അക്കാലത്ത് മാമ്പഴമുണ്ടാവാൻ ഇടയുള്ളൂ. അതുകൊണ്ട് ബോധിസത്വൻ ചോദിച്ചു, "മോനെ, ഈ മാമ്പഴം എവിടെ നിന്നാണ്? ദ്വീപിൽ നിന്നാണോ?" "അതെ അച്ഛാ," മകൻ പറഞ്ഞു. അപ്പോൾ ബോധിസത്വൻ പറഞ്ഞു, "മോനെ, ദ്വീപിൽ പോകുന്നത് അപകടമാണ്. ഇടയ്ക്കെങ്ങാനും ചിറക് കുഴഞ്ഞു പോയാൽ കടലിൽ വീണത് തന്നെ. ഇവിടെയൊക്കെ കൊത്തിപ്പെറുക്കി തീറ്റ തേടിയാൽ മതി. അതാണ് നല്ലത്." പക്ഷെ അവൻ അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല. പതിവായി ദ്വീപിലേക്ക് പറക്കും. വയറ് നിറയെ മാമ്പഴം കൊത്തി തിന്നും. പിന്നെ ഒരു മാമ്പഴം കൊത്തിയെടുത്തുകൊണ്ട് കരയിലേക്ക് പറന്നു പോരും. ഒരു ദിവസം അവൻ ദ്വീപിലെത്തി. ധാരാളം മാമ്പഴച്ചാറ് കുടിച്ച് മത്തടിച്ചു. എന്നിട്ട് വലിയൊരു മാമ്പഴവും കൊത്തിക്കൊണ്ട് കരയിലേക്ക് പറക്കാൻ തുടങ്ങി. കടലിന് മുകളിൽ കുറേ ദൂരം പോയപ്പോൾ ഉള്ളിൽ കിടന്ന മാമ്പഴച്ചാറിൻ്റെ ലഹരിയിൽ അവൻ നിലതെറ്റി ചിറക് കുഴഞ്ഞു. അങ്ങനെ കടലിൽ വീണ് മരിച്ചു. അച്ഛൻ്റെ ഉപദേശം ചെവിക്കൊള്ളാത്ത ആ തത്തയ്ക്ക് അതിൻ്റെ ഫലവും കിട്ടി. നന്ദി.